രണ്ടാം ലോക മഹായുദ്ധം ജപ്പാന്റെ ചരിത്രത്തിൽ അവശേഷിപ്പിച്ച രണ്ട് കറുത്ത ഏടുകളാണ് ഹിരോഷിമയും നാഗാസാക്കിയും. ജപ്പാനെ നിലംപരിശാക്കാൻ അമേരിക്ക വർഷിച്ച രണ്ട് ആറ്റം ബോംബുകളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടയാളാണ് സുഡോമു യമാഗുച്ചി. രണ്ട് ദുരന്തങ്ങളിൽ പെട്ടിട്ടും രണ്ടിൽ നിന്നും രക്ഷപ്പെട്ട ജപ്പാൻ സർക്കാർ ഔദ്യോഗികമായി അംഗീകരിച്ച ഒരേയൊരാളാണ് സുഡോമു യമാഗുച്ചി. സുഡോമു യമാഗുച്ചിയുടെ ചരിത്രമൊന്ന് നോക്കാം. നാഗാസാക്കിക്കാരനായിരുന്ന യമാഗുച്ചി മിത്സുബിഷി കമ്പനിയിലെ ജീവനക്കാരനായിരുന്നു. ജോലി സംബന്ധമായ കാരണങ്ങളാൽ 3 മാസക്കാലം ഹിരോഷിമയിലായിരുന്നു അദ്ദേഹം ജീവിച്ചത്. ജോലി പൂർത്തിയായതിനു ശേഷം തൻ്റെ നാടായ നാഗാസാക്കിയിലേക്ക് പോകാൻ 2 സഹപ്രവർത്തകരോടൊപ്പം ഹിരോഷിമ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് താൻ യാത്രാ പാസ് എടുത്തില്ലെന്ന കാര്യം യമാഗുച്ചിക്ക് മനസ്സിലായത്. അങ്ങനെ പാസ് എടുക്കാനായി യമാഗുച്ചി തൻ്റെ കമ്പനിയിലേക്ക് തിരിച്ചത് രാവിലെ 8:15 അതേ സമയത്താണ് അമേരിക്കൻ ബോംബർ വിമാനത്തിൽ നിന്ന് ലിറ്റിൽ ബോയ് എന്ന ഓമനപ്പേരിട്ട് വിളിക്കുന്ന വിനാശകാരിയായ അണുബോംബ് ഹിരോഷിമയ്ക്ക് മുകളിൽ വർഷിച്ചത്. നഗരത്തിൽ നിന്നും 3 കിലോമീറ്റർ അകലെ താൻ ജോലി സ്ഥലത്തായിരുന്നതിനാൽ യമാഗുച്ചിക്ക് ജീവഹാനി സംഭവിച്ചില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഇടത് ഭാഗത്ത് സാരമായി പൊള്ളലേൽക്കുകയും സ്ഫോടനത്തിൻ്റെ ശബ്ദവും പ്രകാശവും മൂലം താൽക്കാലികമായി അദ്ദേഹത്തിൻ്റെ കാഴ്ചയ്ക്കും കേൾവിക്കും തകരാർ സംഭവിക്കുകയും ചെയ്തു. അന്ന് രാത്രി അദ്ദേഹം സുഹൃത്തുക്കളോടൊപ്പം ഒരു ബോംബ് ബങ്കറിൽ കഴിച്ചുകൂട്ടി. പിറ്റേ ദിവസം നാഗാസാക്കിയിലേക്ക് തിരിച്ചു. അവിടെ വച്ചാണ് അദ്ദേഹം പൊള്ളലിന് ചികിത്സ തേടിയത്. സാരമായി പൊള്ളലേറ്റുവെങ്കിൽ പോലും 3-ാമത്തെ ദിവസം തന്നെ യമാഗുച്ചി നാഗാസാക്കിയിലുള്ള തൻ്റെ കമ്പനിയിൽ ജോലിക്ക് കയറി. തൻ്റെ മേലുദ്യോഗസ്ഥനോട് ഹിരോഷിമ ബോംബിങ്ങിനെ കുറിച്ച് സംസാരിക്കവേ അമേരിക്കയുടെ അടുത്ത അണുബോംബായ ഫാറ്റ്മാൻ നാഗാസാക്കിയിൽ വർഷിക്കപ്പെട്ടു. ഇത്തവണയും ഭാഗ്യം യമാഗുച്ചിയെ രക്ഷിച്ചു. ആണവ വിസ്ഫോടനം നടന്നതിൻ്റെ 3 കിലോമീറ്റർ അകലെ താൻ ജോലി സ്ഥലത്തായതിനാൽ യമാഗുച്ചി വീണ്ടും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പക്ഷേ ഇത്തവണ പരിക്കുകളൊന്നും ഇല്ലാതെയാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. ജപ്പാനിലെ ആണവ വിസ്ഫോടനങ്ങളിൽ നിന്നും ജീവൻ തിരിച്ചു കിട്ടിയ അനേകം ആളുകൾ ഉണ്ട്. പക്ഷേ ഇരു സ്ഥലങ്ങളിലും തൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നിട്ട് കൂടി രക്ഷപ്പെട്ട ഒരേ ഒരാളാണ് യമാഗുച്ചി. ഇക്കാര്യം 2009 മാർച്ചിൽ ജപ്പാനീസ് സർക്കാർ ഔദ്യോഗികമായി അംഗീകരിക്കുകയും ചെയ്തിരുന്നു. ഇരു സ്ഫോടനങ്ങൾക്കും വീഴ്ത്താനാവാത്ത യമാഗുച്ചി 2010 ജനുവരി 4 തൻ്റെ 93-ാം വയസ്സിലാണ് മരണത്തിന് കീഴടങ്ങിയത്. ക്യാൻസർ സംബന്ധമായ അസുഖങ്ങളായിരുന്നു മരണകാരണം. ഹിരോഷിമയിലും നാഗാസാക്കിയിലും എരിഞ്ഞ കനലുകൾ യമാഗുച്ചിയുടെ മനസ്സിൽ 1000 തവണ എരിഞ്ഞിട്ടുണ്ടാവണം. അനേകായിരങ്ങളുടെ ജീവൻ പൊലിഞ്ഞപ്പോൾ 2 ദുരന്തമൂഹങ്ങളിൽ നിന്നും ഒരേപോലെ രക്ഷപ്പെട്ട യമാഗുച്ചിയായിരിക്കാം ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ. എരിഞ്ഞടങ്ങിയ കനലുകളിൽ നിന്നും ജപ്പാൻ തിരിച്ചു വന്നതുപോലെ തന്നെ യമാഗുച്ചിയും തിരിച്ചു വന്നു, ജപ്പാന്റെ ദുരന്തത്തിൻ്റെ ജീവനുള്ള ഓർമ്മയായി. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ഒരു കമൻറ്റിലൂടെ രേഖപ്പെടുത്തുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ. ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുമല്ലോ. ഇത്തരം വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അടുത്ത തവണ മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.